ഹായ് എവ്രി വൺ, എല്ലാവർക്കും മെഡി പ്രിസിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന വിബി. നമുക്കിന്ന് ഫൈബ്രോമയോൾജിയ എന്ന അസുഖത്തെക്കുറിച്ച് പറയാം. എന്താണ് ഫൈബ്രോമയാൾജിയ? പലരും ഈ പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷേ എന്നാലും അത്ര പരിചിതമായിരിക്കില്ല. ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ വേദന അനുഭവപ്പെടുക, പ്രത്യേകിച്ചും സ്ത്രീകളിലാണിത് കൂടുതലായിട്ട് കാണുന്നത്. വേദന മാത്രമല്ല, അവർക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ഇതൊക്കെ ഇതിനുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സ്ത്രീകൾ എടുത്ത് പറയുന്ന വിഷയം മേലുള്ള വേദന, ശാരീരികമായിട്ട് അനുഭവപ്പെടുന്ന അസ്വസ്ഥതയും വേദനയും, ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദന. നമ്മൾ പല ടെസ്റ്റുകളും ഡോക്ടർമാരെ കണ്ട് ചെയ്ത് നോക്കുമ്പം അതെല്ലാം കുഴപ്പമൊന്നുമില്ലാതെ തന്നെ ആയിരിക്കും, അതിൻ്റെ റിസൾട്ട് എല്ലാം നോർമലായിരിക്കും. പക്ഷേ ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദന അനുഭവപ്പെടുക, അകാരണമായിട്ടുള്ള മൂഡ് സ്വിങ്സ്, നമുക്ക് ആങ്സൈറ്റി, അതുപോലെ തന്നെ വിഷമം, ഇതൊന്നും കാരണമില്ലാതെ വരിക, പക്ഷേ അകാരണമായിട്ട് സ്ത്രീകളിൽ കരച്ചിൽ തോന്നാം. അതായത് പലരും വന്ന് ഡോക്ടറോട് സംസാരിക്കുന്ന നിമിഷം തന്നെ അവരെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. മേലുവേദന മാത്രമല്ല, അവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ വൾണറബിലിറ്റി ഉണ്ടാകും. എന്തെങ്കിലും ഒരു കാര്യം അവർ സ്വയം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ അസുഖത്തിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും. വളരെ സീരിയസ് ആയ അസുഖമല്ല, ഈ ഒരു ചെറിയ കാര്യം പറയുമ്പോൾ പോലും പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു കരച്ചിലിൻ്റെ വക്കത്ത് നിന്നിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി, അതുപോലെ തന്നെ അകാരണമായിട്ട് ഹൃദയമിടിപ്പ് അനുഭവപ്പെടുക, ആങ്സൈറ്റി തോന്നുക, പേടി തോന്നുക, നെർവസ്നെസ് ഉണ്ടാവുക, ഒരു പരിഭ്രമം അനുഭവപ്പെടുക, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിംറ്റംസ്. ഫൈബ്രോമയാൾജിയ മസിൽ ക്രാംസും ഉണ്ടാക്കും, കയ്യിലെയും കാലിലെയും പേശികളിൽ ഒരു വലിച്ചിൽ പോലെ അനുഭവപ്പെടുക. അതുപോലെ തന്നെ ഫൈബ്രോമയാൾജിയ ഉള്ള സ്ത്രീകളിൽ പീരിയഡ്സ് പെയിൻഫുൾ ആവുക, പീരിയഡ് സമയത്ത് വേദന അനുഭവപ്പെടുക. മുൻപേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല, ചെറുപ്പകാലത്ത് തൊട്ട് ഉണ്ടാവണമെന്നില്ല, പെട്ടെന്ന് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരിക. അതാണ് പ്രധാനമായിട്ടും നമുക്ക് ഫൈബ്രോമയാൾജിയുടെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇത് ഇമോഷണലി കണക്റ്റഡ് ആണ്. നമുക്ക് സ്ട്രെസ്സ് അനുഭവപ്പെടുക, അകാരണമായിട്ട് കരച്ചിൽ വരിക, അതുപോലെ ആങ്സൈറ്റി അനുഭവപ്പെടുക, മേലുവേദന, ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു പേഷ്യൻറ്റിലുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഫൈബ്രോമയാൾജിയ എന്ന് പറയാൻ പറ്റില്ല. മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവർക്ക് സീരിയസ് ആയ അസുഖങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തേണ്ടി വരും. പ്രത്യേകിച്ചും തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് ഒരുപാട് ചേർന്ന് പോകുന്ന സിംറ്റംസ് ആണ് ഫൈബ്രോമയാൾജിയുടെ. അപ്പോൾ തൈറോയ്ഡ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ മറ്റു ഹോർമോണൽ ഡിസീസസും. അപ്പോൾ പ്രത്യേകിച്ചും ഇത് ഏജ് കൂടുമ്പോഴാണ് വരുന്നത്. ഒരു 30-40 ഒക്കെ ആവുന്ന സമയത്താണ് ഫൈബ്രോമയാൾജിയ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ്, അതായത് ഹോർമോണൽ പ്രോബ്ലംസും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം ആണ് നമുക്ക് ഫൈബ്രോമയാൾജിയ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡയഗ്നോസിസിൽ എത്താൻ പറ്റുള്ളൂ, രോഗനിർണയത്തിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ സ്ത്രീകളിൽ ഇത് കാണുന്നതിൻ്റെ കാരണം ചോദിച്ചാൽ സ്ട്രെസ് ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസസ്, ഇന്നത്തെ കാലത്തെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷേ എക്സാക്റ്റ് കോസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഇതുവരെ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതിന് സ്ട്രെസ്സുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇമോഷണലി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ശാരീരിക വേദനകൾ കാണാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ട്രെസ്സും നമ്മളുടെ ശാരീരിക വേദനയും ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററുമായി ബന്ധപ്പെട്ടതാണ്, സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങൾക്കും ആവശ്യമായ ഒന്നാണ്. പക്ഷേ നമുക്ക് ഓവർ സ്ട്രെസ് വരുന്ന സമയത്ത് സെറോട്ടോണിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്കത് കൂടുതലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആവും നമ്മൾ പെയിനോട്. സെറോട്ടോണിന് ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ട്. നമ്മളെപ്പോഴും സെറോട്ടോണിനെ ചേർത്ത് വായിക്കുന്നത് നമ്മളുടെ മൂഡുമായിട്ടാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇവയൊക്കെ കുറയ്ക്കാൻ ഉള്ള വസ്തുവാണ് സെറോട്ടോണിൻ എന്ന ബ്രെയിൻ ന്യൂറോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. അതൊരു കെമിക്കലാണ്. അപ്പോൾ അത് ഹാപ്പി ഹോർമോണാണ്. അപ്പോൾ അത് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രീതി മാറും. ഈ ഫൈബ്രോമയാൾജിയ ഉള്ള ആൾക്കാർക്ക് അവർക്ക് പെയിൻ കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പോൾ സ്ട്രെസ്സ് കൂടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്ട്രെസ്സ് കൂടിയ ആൾക്കാരിൽ സെറോട്ടോണിൻ കുറയും, അത് പോസിബിളാണ്. അപ്പോൾ ഇവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ മെമ്മറിയിലും പ്രശ്നങ്ങൾ വരാം. കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മളെ പലതും പറയുമ്പോൾ നമ്മൾക്ക് വാക്കുകൾ കിട്ടാത്ത അവസ്ഥ, സാധനങ്ങൾ എവിടെ വെച്ചത് മറന്നു പോവുക, ഒരു വലിയ തോതിലുള്ള മറവിയല്ല. ഡിമെൻഷ്യ എന്ന് പറയുന്ന സകലതും മറന്നു പോകുന്ന അവസ്ഥയല്ല, പക്ഷേ
നമുക്ക് പ്രായം കൂടാതെ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാം. അപ്പോൾ അത് താൽക്കാലികമാണ്, റിവേഴ്സിബിളാണ്. നമുക്ക് മരുന്നെല്ലാം കഴിച്ചും അതുപോലെ തന്നെ പല പല തെറാപ്പീസ് ചെയ്തും അത് മാറ്റിയെടുക്കാവുന്നതാണ്. ഫൈബ്രോമയാൾജിയ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഫൈബ്രോമയാൾജിയയ്ക്ക് സിംറ്റമാറ്റിക് മാനേജ്മെൻ്റ് ആണ് നിലവിൽ കൺവെൻഷണൽ മെഡിസിനിലുള്ളത്. അതുകൂടാതെ ഫൈബ്രോമയാൾജിയെ ട്രീറ്റ് ചെയ്യാൻ യോഗ, എക്സസൈസ്, ഡയറ്റ് ഒക്കെ നമുക്ക് നോക്കാം. അതുപോലെ ഹോമിയോപ്പതി ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെൻ്റ് ആണ്. ഒരാളുടെ വ്യക്തി സവിശേഷതകളെല്ലാം നോക്കി മറ്റ് അസുഖങ്ങളൊന്നുമില്ലാന്ന് ഉറപ്പുവരുത്തി ബ്ലഡ് ടെസ്റ്റും ആവശ്യമെങ്കിൽ ഇമേജിങ് സ്റ്റഡീസ്, അതായത് അൾട്രാസൗണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഹോർമോണൽ ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് അതെല്ലാം നോക്കി പേഷ്യൻറ്റിന് മറ്റു പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ അവരുടെ വ്യക്തി സവിശേഷതകളെല്ലാം എടുത്ത് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് തെറാപ്പി അതാണ് ഒരു മെഡിസിനായിട്ട് കൊടുക്കുക. എന്നിട്ട് പെയിൻ എല്ലാം റിലീവ് ആയി കഴിഞ്ഞാൽ ആണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ യോഗ അഡ്വൈസ് ചെയ്യും. ബ്രീത്തിങ് എക്സസൈസസ് ഉണ്ടല്ലോ, പ്രാണായാം എക്സസൈസസ്, അനുലോമ വിലോം പ്രാണായാം, അങ്ങനെ അതൊരു എക്സസൈസ് മാത്രമല്ല, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബ്രീത്തിങ് ആണ്, മൈൻഡ് ബോഡി ടെക്നിക്ക് കൂടെയാണ്. വെറും പോസ്റ്റേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചിലപ്പം പല പല യോഗാസന പോസ്റ്റേഴ്സിൽ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്യാം. അതായത് നമ്മൾ പത്മാസനം, അതുപോലെ സുഖാസനം, അങ്ങനെ പല പോസ്റ്ററിൽ ഇരിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മളെ ഈ ബ്രീത്തിങ്ങിലാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശ്വാസത്തിൻ്റെ ആ ഒരു തോത്, ശ്വാസം എടുക്കുന്ന രീതി, അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പ്രാണായാം മെയിനായിട്ട് ഫൈബ്രോമയാൾജിയ ഉള്ളവർ ചെയ്യണം. പിന്നെ അടുത്തത് നമ്മൾക്ക് കുറച്ച് എക്സസൈസ് ചെയ്യണം. ബോഡിയിൽ പെയിനൊക്കെ റിലീവ് ആയതിനു ശേഷം തുടങ്ങിയാൽ മതി എക്സസൈസ് തുടങ്ങുമ്പോൾ തന്നെ പീരിയഡ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ആർത്തവത്തോടനുബന്ധിച്ചിട്ടുള്ള വേദന, മറ്റു കാര്യങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും വരുന്നുണ്ടാകാം ശരീരത്തിൽ. ഫൈബ്രോമയാൾജിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നും പൂർണ്ണമല്ല. അതുകൊണ്ട് ഫൈബ്രോമയാൾജിയ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ഒരു തത്വത്തിൽ ഊന്നിയിട്ടാണ്. നമുക്ക് ശരീരത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് ഒരു ലാബ് ടെസ്റ്റിലൂടെയും അതുപോലെ തന്നെ ഇമേജിംഗ് ടെസ്റ്റിലൂടെയും സ്കാനിങ്ങിലൂടെയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാം. കുറച്ച് നേരം എന്തായാലും നടക്കണം. അതുപോലെ തന്നെ വേർക്കുന്ന തരത്തിൽ മറ്റു സ്ട്രെച്ചസ് എക്സസൈസ് ചെയ്യണം. എയറോബിക് എക്സസൈസ്, കൈകാലുകൾ ഉയർത്തിയിട്ടുള്ള പല പല പോസ് എക്സസൈസസ് ഉണ്ടല്ലോ. അപ്പോൾ ഒന്നുകിൽ ജിമ്മിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ എയറോബിക്സ് മാത്രം വീട്ടിലിരുന്നിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മെച്ചം അതിനെ കൊണ്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും ഫൈബ്രോമയാൾജിയ മാനേജബിൾ ആണ്. മൂഡ് സ്വിങ്സിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്ററിൽ വ്യത്യാസം വരുന്നുണ്ട്, ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓർമ്മശക്തിയിൽ വ്യത്യാസം വരുന്നുണ്ട്, നമ്മുടെ മൂഡിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മെച്ചപ്പെടുത്തുവാൻ മെയിൻ തെറാപ്പി എക്സസൈസ്, യോഗ തന്നെയാണ്. മെഡിസിൻസ് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജസിൽ മാത്രമേ വേണ്ടി വരുള്ളൂ. തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു അസുഖമല്ല ഫൈബ്രോമയാൾജിയ. അപ്പോൾ ഈ ഒരു ചിട്ടയായ ലൈഫ് സ്റ്റൈൽ അതാണ് ഫോളോ ചെയ്യേണ്ടത്. ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റാണ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് ഫൈബ്രോമയാൾജിയ ഉള്ളവർക്ക്. കാരണം അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും മിനറൽസൊക്കെയുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ബോഡി ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ മസിൽസിൻ്റെ ഹെൽത്തിനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ മസിൽസിൻ്റെ മാത്രമല്ല, ബ്രെയിനിൻ്റെ ഹെൽത്തിനും. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാ ഡയറ്റിൻ്റെയും ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പയറുവർഗ്ഗങ്ങളും ഫിഷും ചിക്കനൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ ഡയറ്റിൽ. ആവശ്യത്തിന് ചിക്കനും ഫിഷും കഴിക്കാം, തീർച്ചയായിട്ടും കഴിക്കാം. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക. നട്ട്സ് ആൻഡ് സീഡ്സും കൂടെ ഉപയോഗിക്കണം. അവർ നിർബന്ധമായിട്ടും നട്ട്സ് ആൻഡ് സീഡ്സും ഉപയോഗിക്കണം. കാരണം ഫിഷും അങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സ് ഒക്കെ കിട്ടാൻ, അതുപോലെ വൈറ്റമിൻ ഇ കിട്ടാനും ഒക്കെ നമുക്ക് നട്ട്സ് ആൻഡ് സീഡ്സ് വേണ്ടി വരും. എല്ലാവർക്കും നട്ട്സ് ആൻഡ് സീഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് നട്ടെന്ന് ചോദിച്ചാൽ ബദാം, പിസ്ത ഇതെല്ലാം കഴിക്കാം, വാൽനട്ട് കഴിക്കാം. പിന്നെ സീഡ്സിൽ പറയുമ്പോൾ ഞാൻ കൂടുതലും ചിയാ സീഡ്സും പംകിൻ സീഡ്സും ആണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഫ്ലാക്സ് സീഡ്സ് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. അത് പ്രോപ്പർലി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ചിയാ സീഡ്സും പിന്നെ പംകിൻ സീഡ്സുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതെല്ലാം മിക്സ് ചെയ്തിട്ടൊരു ഹാൻഡ്ഫുള്ളേ ആവശ്യമുള്ളൊരു ദിവസം, ഒരു പിടി അത്ര ആവശ്യമുള്ളൂ. ഒരുപാട് കഴിക്കരുത്. നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വറുത്ത് പൊടിച്ച് ഒരുപാട് സ്പൂൺസ് വാരി ഒരു ദിവസം കഴിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 1-2 സ്പൂൺസ് 2 നേരങ്ങളായിട്ട് യൂസ് ചെയ്യാം, ചെറിയ സ്പൂൺസ്. പിന്നെ
നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യം എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഉണർവ് തനിയെ ഫീൽ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉറക്കം തൂങ്ങുന്നത് കണ്ടിട്ടില്ലേ? ഉറക്കം തൂങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തോ അസുഖമാണ്. അതല്ല, നമ്മുടെ ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുമ്പോഴാണ് ബ്രെയിനിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നത്, കുറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു ബോട്ടിലിൽ വെള്ളം വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എനർജറ്റിക്കായി ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വേദനകളും മറ്റ് പ്രശ്നങ്ങളും ശരീരത്തിന് ഈ റെസ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. റെസ്റ്റ്ലെസ്നെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് എക്സസൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ എല്ലാവരിലും ഒരേ സിംറ്റത്തിൽ തന്നെ വരണമെന്നില്ല. 1-2 സിംറ്റംസ് ഉള്ളവരും ഫുൾ സിംറ്റംസ് ഉള്ളവരും ഉണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളാണ്. അപ്പം ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ടെസ്റ്റുകൾ വെച്ചിട്ടല്ല, ക്ലിനിക്കലി ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഡോക്ടർമാർ ഈ രോഗം നിർണ്ണയിക്കുന്നത്. പക്ഷേ ഇതേ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മറ്റ് രോഗങ്ങൾക്കും ഉള്ളത് കൊണ്ട് അവയൊന്നും അല്ലാന്ന് ഉറപ്പുവരുത്തും. അങ്ങനെ ചെയ്ത് അതിൻ്റെ ആവശ്യത്തിനാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. അങ്ങനെ അതൊന്നും അല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഫൈബ്രോമയാൾജിയ എന്ന് പറയാം. അപ്പോൾ ഫൈബ്രോമയാൾജിയ ഒരു സീരിയസ് അസുഖമല്ല, പക്ഷേ ആ ശാരീരിക വേദന കാരണം അനുഭവിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള അസുഖം തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾ 35 മുതൽ 40 വയസ്സും 40-50 അതിനുശേഷവും ഈ അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വേദന അനുഭവപ്പെടണം എന്നുള്ളതാണ്. നമുക്കൊരു മസിൽ ക്രാംസ് പോലെ അവിടെ ഇവിടെയും ഒരു വ്യക്തമായിട്ടൊരു സ്ഥലത്തല്ലാതെ പല പല ഭാഗങ്ങളിലായിട്ടാണ് ഫൈബ്രോമയാൾജിയയുടെ പെയിൻ ഉണ്ടാവുക. പക്ഷേ അതിന് പകരം നമുക്ക് ഏതെങ്കിലും അസ്ഥിയിൽ ഭയങ്കര വേദനയാണെങ്കിൽ, അതും പ്രത്യേകിച്ച് രാത്രിയിലൊക്കെയാണ് കൂടുന്നതെങ്കിൽ ഉടനെ ഡോക്ടറെ കാണണം, വേണ്ട ടെസ്റ്റുകളും ചെയ്യണം. അതൊരു നല്ല ലക്ഷണമല്ല. അപ്പോൾ അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് പെയിൻ ആണെന്നുള്ളത് ശ്രദ്ധിക്കണം. എല്ലാം ഫൈബ്രോമയാൾജിയ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവഗണിക്കുകയും ചെയ്യരുത്. ഓക്കെ, കീപ്പ് ഓൺ വാച്ചിങ് മെഡി പ്രിസിഷൻ.